പാലക്കാട് പുതുശ്ശേരിയിൽ കാട്ടാന ആക്രമണത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നതിനിടെ വീണ് പരിക്കേറ്റ യുവാവിന് വനം വകുപ്പ് ധനസഹായം വൈകുന്നതായി പരാതി. പുതുശ്ശേരി കോങ്ങാട്ടുപാടം സ്വദേശി ഹരീഷാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് ചികിത്സയിൽ കഴിയുന്നത്. എന്നാൽ ചികിത്സാ ബില്ല് സമർപ്പിച്ചാൽ ഉടൻ തന്നെ പണം അനുവദിക്കുമെന്ന് വനം വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. അതായത് IMA കമ്പനി വിട്ടുവരുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലിരിക്കുകയായിരുന്നു. വീടിൻ്റെ പരിസരത്ത് തന്നെയാണ് ഈ സംഭവം. അപ്പോൾ ഇത് കടന്നു വരുന്ന സമയത്ത് സൗണ്ട് കേട്ടിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ പോയി നോക്കുമ്പോൾ ആന നേരെ മുന്നിൽ വരികയാണ്. അപ്പോൾ കമ്പനി വിട്ട് ചേച്ചിമാരും വരികയായിരുന്നു. അവരെ കടത്തി വിട്ട ശേഷം ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു. ഞാനൊരു വീട്ടിൻ്റെ അവിടുത്തെ ഒരു 3-4 പയ്യന്മാരും ഉണ്ടായിരുന്നു. കടത്തി വിട്ട ശേഷം അവിടെ നിൽക്കുമ്പോൾ ആന റിട്ടേൺ വന്ന് നേരെ ഞങ്ങൾ ആക്രമിക്കുകയായിരുന്നു. ഫെബ്രുവരി 3 പുതുശ്ശേരി പഞ്ചായത്തിലെ കോങ്ങാട്ടുപാടം സ്വദേശി ഹരീഷിന് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നതിനിടെ വീണ് കാലൊടിയുന്നത്. കഞ്ചിക്കോട് IITയിൽ ദിവസവേതനക്കാരനായ ഹരീഷിന്റെ വരുമാനത്തെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബം ഇതോടെ പ്രതിസന്ധിയിലായി. ഇപ്പോൾ ജോലിക്ക് പോകാനൊന്നും പറ്റുന്നില്ല, വീട്ടിൽ തന്നെയാണ് ഇരിപ്പ്. അപ്പോൾ കൂട്ടുകാരന്മാരൊക്കെ ഇങ്ങനെ സഹായിച്ചിട്ടാണ് മുന്നോട്ട് പോണത്. അപ്പോൾ വേറെ ഒരു വഴിയില്ല. അങ്ങനെയാണ് നമ്മുടെ സിറ്റുവേഷൻ. അപകടം നടന്ന് ആഴ്ചകൾ കഴിഞ്ഞെങ്കിലും വനം വകുപ്പിന്റെ ഒരു സഹായവും ഇതുവരെ ലഭിച്ചില്ലെന്ന് ഹരീഷ്. ഇല്ല, അവർ ഒരിക്കൽ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് ഓൺലൈനിൽ അപേക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓൺലൈനിൽ അപേക്ഷിക്കാൻ പറഞ്ഞു. നമ്മൾ ചികിത്സ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ശേഷം നമുക്ക് അപേക്ഷിക്കാമെന്ന് പറഞ്ഞു അവർ. അപ്പോൾ പിന്നെ നമുക്ക് പോക്കുവരത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഒന്നാമത് ഭാര്യ ഗർഭിണിയായിട്ടിരിക്കുകയാണ്, 8 മാസം ഗർഭിണിയാണ്. അപ്പോൾ അതിൻ്റെതായിട്ട് ബുദ്ധിമുട്ടുണ്ട്. മകനുണ്ട്, അവനെ പഠിക്കാൻ വിടണം. അപ്പോൾ അവർ ഡിസ്ചാർജ് ഇപ്പോഴല്ല പറഞ്ഞത്. നമ്മൾ പിന്നെ മകൻ്റെ പഠിത്തവും കൂടെ ആലോചിച്ചിട്ട് നമ്മൾ ഡിസ്ചാർജ് മേടിച്ച് വന്നതാണ്. പിന്നെ അവസ്ഥ വീട്ടിൻ്റെ അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ കൊണ്ടുവന്നിട്ട് വേണം വീട്ടിൽ കഴിയാൻ. ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഫോറസ്റ്റുകാർ എന്തെങ്കിലുമൊക്കെ ഇതാക്കി ചെയ്തു തരണം എന്നാണ് നമ്മുടെ ഒരു അപേക്ഷ. ചികിത്സ പൂർത്തിയായതിനു ശേഷം ധനസഹായം നൽകുമെന്നാണ് വനം വകുപ്പ് വ്യക്തമാക്കുന്നത്. ചികിത്സാ ചെലവുകളുടെ ബില്ലുകൾ സമർപ്പിച്ചാൽ ഉടൻ പണം അനുവദിക്കാമെന്നും വനം വകുപ്പ് അധികൃതർ പറയുന്നു. എന്നാൽ വീണ് കാലൊടിഞ്ഞതിനാൽ കുറച്ചുകാലം വിശ്രമം ആവശ്യമാണെന്നും ധനസഹായം ഉടൻ അനുവദിക്കണമെന്നും ഹരീഷും കുടുംബവും ആവശ്യപ്പെടുന്നു. ന്യൂസ് മലയാളം, പാലക്കാട്.